10 key strategies in passing NEBOSH exam. Strategy number 2. There are no shortcuts. പഠിച്ചേ പറ്റൂ. ഞാൻ 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ 20 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്, അതുകൊണ്ട് എനിക്ക് പോയി ഒരു NEBOSH എക്സാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാം അതെന്തോ ആവട്ടെ അത് എഴുതാമെന്നുള്ള ധാരണ തെറ്റാണ്. സിലബസിനനുസരിച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നമ്മൾ മിനിമം സിലബസ് എന്തെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. പഠിക്കാതെ നമുക്കൊരു എക്സാം എഴുതുക എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ളൊരു കാര്യമാണ്. NEBOSH തന്നെ പറയുന്നത് NEBOSH IGCക്ക് 112 മണിക്കൂറോളം നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. ആ 112 മണിക്കൂർ നിങ്ങൾ പഠിക്കാതെ എങ്ങനെയാണ് നിങ്ങൾ ആ എക്സാം എഴുതാൻ പോകുന്നത്? അപ്പം സിലബസിൽ ഏതെങ്കിലുമൊക്കെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് പ്രിപ്പയർഡ് അല്ല എന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റ് ആൻസേഴ്സ് എഴുതാൻ സാധിക്കത്തില്ല. സമയമെടുത്തൊരു കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ അതിനുവേണ്ടി പഠിക്കുവാനുള്ള സമയം കൂടെ മാറ്റി വെക്കണം. എന്നാൽ മാത്രമേ ചേർന്നിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ആരെങ്കിലും ബോധിപ്പിക്കാനായിട്ട് ഞാനിപ്പോൾ ഇന്ന് ഈ കോഴ്സ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞ് ചേർന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ മതിയാക്കി അങ്ങ് പോകും. അവരെ കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല. അത് നടക്കില്ല. പഠിക്കുക എന്ന് പറയുന്നത് അതൊരു കലയാണ്. അത് പഠിച്ചേ പറ്റൂ. നിങ്ങൾ 1 മണിക്കൂറെങ്കിലും ഒരു ദിവസം അതിനുവേണ്ടി സമയം കണ്ടെത്തി മാറ്റി വെച്ച് മസ്റ്റായിട്ട് പഠിക്കണം. പഠിക്കാതെ എക്സാം എഴുതാൻ സാധിക്കില്ല. സാധിച്ചാൽ ഫെയിലിയർ. അവിടെ വന്നിട്ട് ഞാൻ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ഞാൻ എങ്ങനെ തോറ്റു എന്ന് ചോദിക്കും. ചില ആൾക്കാർ 15 വർഷത്തെ എക്സ്പീരിയൻസും വെച്ചിട്ട് തോറ്റിട്ട് വന്ന് ചോദിക്കും, എനിക്ക് 15 വർഷം എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ എഴുതിയതാണ്, ഞാൻ എന്തുകൊണ്ട് ഫെയിലായെന്ന്. ആൻസർ പേപ്പർ എടുത്തു വെച്ച് നോക്കി ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നും അല്ല എഴുതിയിരിക്കുന്ന. ഈ 15 വർഷം ഇദ്ദേഹമോ ആരാണോ അവർ ചെയ്ത കുറേ എക്സ്പീരിയൻസ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. അതൊന്നും പറയുന്നില്ല. ദാറ്റ് ഈസ് സ്ട്രാറ്റജി നമ്പർ 2. ദർ ആർ നോ ഷോർട്ട് കട്ട്സ്. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇന്നത്തെ എൻ്റെ സൈഡിൽ നിന്നും ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. Keep you posted with more informative videos on the coming days. Have a wonderful day.